പിന്നെ അടുത്ത ചോദ്യം നോക്കാം. Mn7 prefers to form complex with Cn minus CO NH3 S2 minus. അപ്പോൾ ഇവിടെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് ലിഗാൻഡായിട്ട് വരുമ്പം ലിഗാൻഡ് ഏത് വരുമ്പം എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ജനറലി ഇപ്പോൾ Cn മൈനസും COയും NH3യും ഒക്കെ വരുന്ന കേസിൽ നമുക്ക് +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്തുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഒരു സ്പീഷീസിൽ. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നേക്കുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. S2 മൈനസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. then അടുത്ത ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഈസ് നോട്ട് ഐസോലോബൽ. ഐസോലോബൽ അല്ലാത്ത പെയർസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. CH2 ആൻഡ് CH മൈനസ്, BH3 ആൻഡ് CrCO5 ടൈംസ്, BH3 ആൻഡ് HCrCO5 മൈനസ്, CH3 ആൻഡ് CH മൈനസ്. ഇതിൽ നമുക്ക് PC കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. പക്ഷേ ഓപ്ഷൻ ഡിയും കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കറക്റ്റ് ആയിട്ട് വരും. മിക്കവാറും ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ഓപ്ഷൻ മാത്രമല്ലല്ലോ, 2 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, BH3യുടെ കേസിൽ നമ്മൾ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുമ്പോൾ എത്ര വരും? ബോറോണിൻ്റെ 3 ഹൈഡ്രജൻ്റെ 3 + 3 6 എന്ന് വരും. ഓക്കെ, ദെൻ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിൻ്റെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്യുമ്പോൾ എത്ര വരും? ഹൈഡ്രജൻ്റെ 1, ക്രോമിയത്തിൻ്റെത് 6, സിയോയുടേത് 2, 5 2s are 10, പിന്നെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, അപ്പോൾ +1, അപ്പോൾ 10 16 17 18. അപ്പോൾ ഇവിടെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്. ഇവിടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ കൗണ്ട് 6 ആണ്. അപ്പോൾ സെയിം ആണോ? അല്ല. ഇപ്പോൾ ഇവിടെ വാലൻസി 2 വന്നിട്ടുണ്ട്, അവിടെ ഒക്ടക്റ്റ് കംപ്ലീറ്റും ആണ്. അപ്പോൾ ഇവരുടെ കേസിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസും അല്ല, ഇലക്ട്രോൺസിൻ്റെ കൗണ്ടേ ഡിഫറൻ്റ് ആണ്. സോ ഇതെന്തല്ല എന്തായാലും ഐസോലോബൽ സ്പീഷീസ് അല്ല, ഐസോലോബൽ പെയർസ് അല്ല. ഇനി ഇവിടുത്തെ കേസിലും നോക്കിക്കേ, CH3യുടെ കേസിൽ കാർബണിൻ്റെ ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺസ് 4, ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ ഉണ്ട്, അപ്പം 3 4 + 3 7 കിട്ടി. CH മൈനസിൻ്റെ ആകുമ്പോഴോ കാർബണിൻ്റെ 4 ഉണ്ട്, ഹൈഡ്രജൻ്റെ 1 ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജിൻ്റെ 1 ഉണ്ട്, അപ്പോൾ 4 5 6 ആണ് വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇയാളുടെ വാലൻസ് ഇലക്ട്രോൺസ് 7 വന്നു, ഇയാളുടേത് 6 വന്നു. അപ്പോൾ ഇവരുടെ കേസിലും എന്താണ്? രണ്ടും ഡിഫറൻ്റ് ആയിട്ടാണ് ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് വന്നിട്ടുള്ളത്. സോ ഇതും എന്തല്ല? ഐസോലോബൽ പെയർസ് അല്ല. പക്ഷേ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ടും സെയിം ആയിട്ടാണ് വരുന്നത് കേട്ടോ. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചോദ്യം. ഇനി അടുത്ത ചോദ്യം നോക്കുക. 18ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഫോർ ദി മെറ്റൽ കാർബണൈൽസ്. അപ്പം ഇവിടെ 3 ഡിഫറെൻറ്റ് മെറ്റൽ കാർബണൈൽസ് ഉണ്ട്. വ്യത്യാസം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. ആദ്യത്തെ സ്പീഷീസിൽ ഒരു മെറ്റലേ ഉള്ളൂ, രണ്ടാമത്തേനകത്ത് 2 മെറ്റൽ ഉണ്ട്, മൂന്നാമത്തേനകത്ത് 3 മെറ്റൽസ് ഉണ്ട്. അപ്പം ഇവരുടെ CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ ഓർഡർ എങ്ങനെ വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്പർ ഓഫ് മെറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് കുറവുള്ളിടത്തായിരിക്കും CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയുടെ വാല്യൂ ഏറ്റവും കൂടുതലായിട്ട് വരിക. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഒരു മെറ്റൽ ആറ്റം ദെൻ മെറ്റൽ ആറ്റംസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് CO സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. സോ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയ്റ്റ്സ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തായാലും എല്ലാ എക്സാംസിനും ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് നോക്കിക്കഴിഞ്ഞാൽ അടുപ്പിച്ചുള്ള 2 ചോദ്യങ്ങൾ നമ്മുടെ വെയ്റ്റ്സ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. ഒന്ന് ബൊറൈൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ക്ലോസോണിഡോ ഹൈപ്പോ അരക്കണോ. പിന്നെ ഒന്ന് തന്നിട്ടുള്ളത് ഒരു കാർബൊറൈൻ സ്പീഷീസ് തന്നിട്ട് ഒരു പർട്ടിക്കുലർ ബൊറൈനുമായിട്ട് അനലോഗസ് ആയിട്ടുള്ള സ്പീഷീസിനെ കണ്ടുപിടിക്കും. അപ്പോൾ 2 ചോദ്യം ഉണ്ടായിരുന്നു. 2 വളരെ സിമ്പിളായിരുന്നു, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ടേം സിമ്പിളിൽ നിന്നും ഇതുപോലെയായിരുന്നു. 2 ചോദ്യം ചോദിച്ചിരുന്നു, 2 വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമായിരുന്നു. നമ്മുടെ വെയ്റ്റ്സ് റൂൾ റിലേറ്റഡ് ആയിട്ടും ഇത് തന്നെയായിരുന്നു. 2 ചോദ്യം ചോദിച്ചു, 2 വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു ഇതും. ഇവിടെ എന്താ ചോദിച്ചിരുന്നത്? അരക്കനോ ബൊറൈൻ ഏതാണ് എന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ? അരക്കനോ ബൊറൈൻ. B5H9 നമുക്ക് എങ്ങനെ എഴുതാം? B5H5 4- അതായത് ഇത് എന്താണ്? നിഡോയാണ്. അടുത്ത B5H11 എന്ന് പറയുമ്പോൾ B5H5 6- ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 6- ആകുമ്പോൾ എന്താ വരിക? എന്താണ് വരിക? അരക്കനോ ആണല്ലോ വരിക അല്ലേ? അരക്കനോ ആണ്. ദെൻ B12H12 2- എന്ന് പറയുമ്പോൾ അത് ക്ലോസോയാണ്. ദെൻ B6H10 എന്ന് പറയുന്നത് B6H6 4-, അതും എന്ത് തന്നെയാണ്? നിഡോയാണ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ അരക്കനോ ബൊറൈൻ ആയിട്ടുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? B5H11 ആണ് അല്ലേ? അതായത് അതിനെ നമുക്ക് B5H5 6- എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് അരക്കനോ. ഓക്കെ, അപ്പോൾ അരക്കനോ ബൊറൈൻ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അതാണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം നോക്കുക. ദ കാർബൊറൈൻ വിച്ച് ഈസ് അനലോഗസ് ടു ബൊറൈൻ B6H6 2-. അപ്പോൾ ഇവിടെ B6H6 2- എന്ന് പറയുന്ന
ബൊറൈനുമായിട്ട് അനലോഗസ് ആയിട്ടുള്ള കാർബൊറൈനെ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞതാണ്. കാർബൊറൈൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ കാർബൊറൈനെ ബൊറൈനാക്കി കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ്? കാർബണിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, കാർബണിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 4 ഓക്കെ. കാർബണിൻ്റെ വാലൻസി 4, ബോറോണിൻ്റെ വാലൻസി 3, ഹൈഡ്രജൻ്റെ വാലൻസി 1. അപ്പോൾ BH എന്ന് എഴുതി കഴിഞ്ഞാൽ അവരുടെ വാലൻസി എത്രയാണ്? 3 + 1 = 4. അപ്പോൾ കാർബണിൻ്റെ വാലൻസി തന്നെയാണ് BHൻ്റെ വാലൻസി. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർബറൈനകത്തുള്ള കാർബണിനെ റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? BH എന്ന് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ എന്ത് വരും? B4 BH twice H6 എന്ന് വരും. ദാറ്റ് ഈസ് B4 B2 H2 H6. അതായത് B4 + 2 B6 H6 + 2 8. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? B6 H6 2- എന്ന് എഴുതാമല്ലോ. ഓക്കെ. അത് തന്നെയല്ലേ ചോദ്യത്തിൽ ചോദിച്ചിരുന്നത്. B6 H6 2- അനലോഗസ് ആയിട്ടുള്ള കാർബൊറൈൻ ഏതാണെന്ന്. നമ്മൾ ആദ്യത്തെ ഓപ്ഷനിൽ നമ്മൾ ബൊറൈൻ്റെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്? B6 H6 2- തന്നെ കിട്ടിയിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ബാക്കിയൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ നമുക്ക് B6 H6 2- എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാർബൊറൈൻ കേട്ടോ. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമുക്ക് വെയ്റ്റ്സ് റൂൾ അല്ലെങ്കിൽ ബൊറൈൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ച 2 ചോദ്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കുക. വിച്ച് among the following electrolyte is not employed in the solid oxide fuel cells? നമ്മുടെ സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെൽസിൽ യൂസ് ചെയ്യാത്ത ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. യൂട്രിയ ഡോപ്ഡ് ബേരിയം സിർക്കോണേറ്റ് ആണ് നമ്മുടെ സോളിഡ് ഓക്സൈഡ് ഫ്യൂൽ സെൽസിനകത്ത് എംപ്ലോയ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. Then which of the following color centers occurs as a result of Cl2- ion occupying a single anionic site in NaCl? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ശ്രദ്ധിച്ചു നോക്കുക. കളർ സെൻറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ കളർ സെൻറ്റേഴ്സ് എന്ന് കേൾക്കുന്ന ഉടനെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരിക NaCl. കളർ സെൻറ്റേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് F സെൻറ്റർ ആണ് നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരിക. പക്ഷേ നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കിയപ്പോൾ F സെൻറ്റർ ഉണ്ടായിരുന്നോ? ഇല്ല. V സെൻറ്റർ, M സെൻറ്റർ, R സെൻറ്റർ, H സെൻറ്റർ ഒക്കെ ആയിരുന്നു നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ട കണ്ടീഷൻ NaCl തന്നെ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? Cl2- occupying the single site എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സിംഗിൾ ആനിയോണിക് സൈറ്റിൽ Cl2- ആണ് ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളത്. നമ്മുടെ F സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? Cl- അയോൺ ആനിയോണിക് സൈഡിൽ കയറിയിട്ട് ഒരു ആനിയോണിക് സൈഡിൽ Cl- അയോൺ ഒക്കുപ്പൈ ചെയ്യുന്ന സമയത്താണ് F സെൻറ്റേഴ്സ് നമുക്ക് കിട്ടുക. ഓക്കെ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് Cl- അല്ല, Cl2- അയോൺ ഒരു സിംഗിൾ ആനിയോണിക് വേക്കൻസി സൈഡിൽ ഒക്കുപ്പൈ ചെയ്യുന്ന സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എന്താ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ H സെൻറ്റർ ആയിരിക്കും. ഓക്കെ. Cl2- അയോൺ ഒക്കുപ്പൈങ് ഈ സിംഗിൾ ആനിയോണിക് സൈറ്റ്, അതിനെ നമ്മൾ വിളിക്കുന്നത് H സെൻറ്റർ എന്നാണ്. ഇനി അതേ സമയത്ത് തന്നെ 2 Cl2- അല്ലെങ്കിൽ Cl2- അയോൺ ഒക്കുപ്പൈങ് 2 ആനിയോണിക് സൈറ്റ് എന്നാണ് ചോദ്യത്തിൽ തരുന്നത്, അല്ലെ 2 സൈറ്റ് ഇൻ ലാറ്റിസ് എന്നാണ് ചോദ്യത്തിൽ തരുന്നതെങ്കിൽ അത് B സെൻറ്റർ ആയിരിക്കും. അപ്പോൾ Cl- അയോൺ ആണ് ആനിയോണിക് സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യുന്നതെങ്കിലാണ് F സെൻറ്റർ. Cl2- അയോൺ ഇൻ എ സിംഗിൾ ആനിയോണിക് സൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് H സെൻറ്റർ ആയിരിക്കും. ആൻഡ് Cl2- അയോൺ ഇൻ 2 സൈറ്റ് ഇൻ ലാറ്റിസ് ആണ് എന്നുണ്ടെങ്കിൽ അത് B സെൻറ്ററും ആയിരിക്കും. ഓക്കെ. B സെൻറ്ററും ആയിരിക്കും. ഓക്കെ. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? നമുക്ക് Cl2- അയോൺ ഒക്കുപ്പൈങ് ഇൻ സിംഗിൾ ആനിയോണിക് സൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Cl2- സിംഗിൾ ആനിയോണിക് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത് H സെൻറ്റർ ആണ്, അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്തത് ദ ഓൺലി മെറ്റൽ നോൺ ടു എക്സിസ്റ്റ് ഇൻ എ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ഫോം. ഒരു സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മെറ്റൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോപ്പർ ആണോ, പൊളോണിയം ആണോ, ഗോൾഡ് ആണോ, അയൺ ആണോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇവിടെ പൊളോണിയം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അയണ് പൊതുവെ BCC ലാറ്റിസ് സ്ട്രക്ചറിലാണ് ഒക്കുപ്പൈ ചെയ്യാറുള്ളത്. കോപ്പറും ഗോൾഡും FCCയും അതുപോലെ തന്നെ പൊളോണിയം ക്രിസ്റ്റലൈസ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറുമാണ് കേട്ടോ. അയണ് BCC, അതുപോലെ തന്നെ കോപ്പറും ഗോൾഡും FCC ആൻഡ് പൊളോണിയമാണ് സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പൊളോണിയം ആണ് കേട്ടോ. ഓപ്ഷൻ ബി പൊളോണിയമാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 24ാമത്തെ ചോദ്യം നോക്കുക. The type doped silicon are of semi-conduction shown by boron doped silicon and arsenic doped silicon. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്. ചോദ്യം ടൈപ്പ് ചെയ്തില്ല, മിസ്റ്റേക്കാണ്. നമ്മൾ സെമി കണ്ടക്ടേഴ്സിൽ ബോറോൺ ഡോപ്ഡ് ആയിട്ടുള്ള സിലിക്കണും അതുപോലെ തന്നെ ആഴ്സനിക് ഡോപ്ഡ് ആയിട്ടുള്ള
സിലിക്കണും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഏത് കാറ്റഗറി ഓഫ് സെമി കണ്ടക്ടേഴ്സിലാണ് ഉൾപ്പെടുന്നത്? ഒരിടത്ത് ബോറോൺ ആണ് ഡോപ്പ് ചെയ്തിട്ടുള്ളത്, രണ്ടാമത്തെ അടുത്ത് ആഴ്സനിക് ആണ് ഡോപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത് തന്നെയാണ്. എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് പറഞ്ഞ സമയത്ത് എൻ ടൈപ്പ് ഫോം ചെയ്യുന്നത് ആരൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ പി ടൈപ്പ് ഫോം ചെയ്യുന്നത് ആരൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് 15 എലമെന്റ്സ്. ഗ്രൂപ്പ് 15 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മിത്ത് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ ഗ്രൂപ്പ് 15 ആളുകളെ യൂസ് ചെയ്യുന്നത്. ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മിത്ത് അതിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫോം ചെയ്യുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ആൻഡ് 13th ഗ്രൂപ്പ് എലമെന്റ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? ബോറോണും ആഴ്സനിക്കാണ് അല്ലേ. ബോറോൺ എന്ന് പറയുന്നത് 13th ഗ്രൂപ്പാണ്. സോ അത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ആൻഡ് ആഴ്സനിക് എന്ന് പറയുന്നത് 15th ഗ്രൂപ്പാണ്. സോ അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പി ആൻഡ് എൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ, പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് എന്നുള്ളതാണ് കറക്റ്റ് കേട്ടോ. എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, 15th ഗ്രൂപ്പ് എലമെന്റ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ആൻഡ് 13th ഗ്രൂപ്പ് എലമെന്റ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും ആണ്. ഓക്കെ, ഇത് ഈ 25ാമത്തെ ചോദ്യം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോറൻസിക് ഡോക്യുമെന്റ്സിന് ചോദിച്ച അതേ സെയിം ചോദ്യം തന്നെയാണ് കേട്ടോ. ഇതേ ചോദ്യം തന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുണ്ടായിരുന്ന 2016 നടന്നിട്ടുണ്ടായിരുന്ന ഫോറൻസിക് ഡോക്യുമെന്റ്സിന്റെ എക്സാമിന് ചോദിച്ച ചോദ്യം. അതുപോലെ ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ചോദ്യം? സിൽസ്ബി ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? When the current in a superconductor exceeds a critical value, the superconductivity is destroyed. എന്താണ്? ഒരു സൂപ്പർ കണ്ടക്ടറിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് ഒരു ക്രിട്ടിക്കൽ വാല്യൂവിനെക്കാട്ടിൽ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടുന്നു, ഇല്ലാണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ സിൽസ്ബി ഇഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെ സൂപ്പർ കണ്ടക്ടർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന കറണ്ട് ക്രിട്ടിക്കൽ ഒരു വാല്യൂവിനെക്കാട്ടിൽ കൂടുതലായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി ഇല്ലാണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സിൽസ്ബി ഇഫക്റ്റിനകത്ത് പറയുന്നത്. സെയിം ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ള നമ്മുടെ ഫോറൻസിക് ഡോക്യുമെൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഇനി ഡോക്യുമെൻസിൻ്റെ എക്സാം വരാനുണ്ട്. അപ്പം റിപ്പീറ്റ് ചെയ്ത് അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുന്നേ നടന്നിട്ടുള്ള എക്സാംസിൻ്റെ അല്ല, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോറൻസിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഡോക്യുമെൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ ഇനിയുള്ള ഡോക്യുമെൻസിൻ്റെ എക്സാമിനും എല്ലാവരും പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് സെയിം ചോദ്യങ്ങൾ തന്നെ 1 or 2 എണ്ണമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു. വാട്ട് ഈസ് ദി കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി വൈഡ്ലി യൂസ്ഡ് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽ PZT? PZT എന്ന് പറയുന്ന ഫെറോ ഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പി നമുക്ക് തെറ്റിക്കാൻ വേണ്ടി ഒരു പൊട്ടാസ്യം, ഫോസ്ഫറസ് ഒക്കെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ പി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെഡ് ആണ് കേട്ടോ. പി ബി എന്നുള്ള ലെഡിൻ്റെ പി ആണ്. ദെൻ ഇസഡ് സിർക്കോണിയം ആൻഡ് ടി എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ലെഡ്, സിർക്കോണിയം, ടൈറ്റനേറ്റ് എന്ന് പറയുന്നതാണ് PZTയുടെ ഫുൾ ഫോം കേട്ടോ. കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ലെഡ്, സിർക്കോണിയം, ടൈറ്റാനേറ്റ് എന്ന് പറയുന്നതാണ് PZTയുടെ കറക്റ്റ് കോമ്പോസിഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വിച്ച് among the following statement is not true about zebra batteries? ZEBRA സീബ്ര ബാറ്ററീസിനെ വെച്ചിട്ട് നോക്കുമ്പോൾ തന്നിട്ടുള്ളതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോഡിയം നിക്കൽ ക്ലോറൈഡ് ബാറ്ററീസ് ഫുള്ളി റീചാർജബിൾ, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചേഴ്സ് ബിലോ 0 degree Celsius ആൻഡ് യൂസസ് ബീറ്റ അലൂമിന സോളിഡ് ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ ഇതിലേതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? കറസ്പോണ്ടിങ് ടു ദ സീബ്ര ബാറ്ററീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ദ സീബ്ര ബാറ്ററി ഈസ് എ ടൈപ്പ് ഓഫ് റീചാർജബിൾ ബാറ്ററി ആണ്. മോൾട്ടൺ സോൾട്ട് ബാറ്ററി യൂസ്ഡ് കോമൺലി അവൈലബിൾ ആൻഡ് ലോ കോസ്റ്റ് മെറ്റീരിയൽസ് പ്രൈമർലി എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നിക്കൽ മെറ്റൽ, ദ സോഡിയം ആൻഡ് ക്ലോറൈഡ് ഫ്രം കൺവെൻഷണൽ ടേബിൾ സോൾട്ട് ആസ് വെൽ as the ബീറ്റ അലൂമിന സോഡിയം ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നോക്കിക്കേ, സോഡിയം നിക്കൽ ക്ലോറൈഡ് ബാറ്ററി ആണ് അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. നിക്കൽ ആൻഡ് സോഡിയം ആൻഡ് ക്ലോറൈഡ് ഫോംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ദെൻ നോക്കിക്കേ, ഇറ്റ് ഈസ് എ റീചാർജബിൾ ബാറ്ററി ആണ്. അപ്പോൾ അതും ശരിയാണ്, ഫുള്ളി റീചാർജബിൾ ബാറ്ററി ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബീറ്റ അലൂമിന സോളിഡ് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. യൂസസ് ബീറ്റ അലൂമിന സോളിഡ് ഇലക്ട്രോലൈറ്റ്, അതും കറക്റ്റ് ആണ്.
പിന്നെ എന്താണ് കണ്ടീഷൻ? ദേ നീഡ് ടു ബി കെപ്റ്റ് ഹോട്ട് ദാറ്റ് ഈസ് അബൌട്ട് 300 ഡിഗ്രി സെൽഷ്യസ് ബിക്കോസ് സോഡിയം മെറ്റൽ മെൽറ്റ്സ് അറ്റ് അബൌട്ട് 98 ഡിഗ്രി സെൽഷ്യസ്. അപ്പം സോഡിയം മെറ്റൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇവിടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സോഡിയം മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം മെറ്റൽ ഏകദേശം 98 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യാറുണ്ട്? മെൽറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എപ്പോഴും ഇവരെ ഹോട്ടായിട്ടാണ് വെക്കാറുള്ളത്. ഏകദേശം 300 ഡിഗ്രി സെൽഷ്യസോളം ഹോട്ടാക്കിയിട്ടാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കുക, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് കറക്റ്റ് ആണോ? അല്ല, എപ്പോഴും 98 മുകളിലോട്ട് വെക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, കാരണം 98 സോഡിയത്തിൻ്റെ മെൽറ്റിംഗ് നടക്കും. അതുകൊണ്ട് ഒരു 300 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമ്മൾ സാധാരണ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് റോങ് ആണ് കേട്ടോ. സോ അതാണ് തന്നിട്ടുള്ളതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ സി, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. In a cubic crystal, both 111 and 200 reflections are present but not 100. And what is the Bravais lattice? അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓപ്ഷൻസിൽ PICF എന്ന് മാത്രമേ തന്നിട്ടുള്ളായിരുന്നു. അത് ചിലരെ കൺഫ്യൂസ്ഡ് ആക്കി കാണും. P മീൻസ് പ്രിമിറ്റീവ് ആണ്, I എന്ന് പറയുന്നത് ബോഡി സെൻറ്റേർഡ് ആണ്, C എന്ന് പറയുന്നത് ബേസ് സെൻറ്റേർഡ് ആൻഡ് F എന്ന് പറയുന്നത് ഫേസ് സെൻറ്റേർഡും ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ Pയും Iയും Cയും Fും ഒക്കെ ഫെമിലിയർ അല്ലാത്തത് കാരണം ചിലപ്പോൾ ആൻസർ ചെയ്യാത്തവരും ഉണ്ടായിരുന്നായിരിക്കും. അപ്പം ഈ ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിനെയാണ് കേട്ടോ. നമ്മൾ പ്രിമിറ്റീവിനെയാണ് സാധാരണ P എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്, ബോഡി സെൻറ്റേർഡിനെയാണ് I, അതുപോലെ തന്നെ ബേസ് സെൻറ്റേർഡിനെ Cയും ഫേസ് സെൻറ്റേർഡിനെ F എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതായിരുന്നു, 111 ആൻഡ് 200 റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് ഒരു ക്യൂബിക് ക്രിസ്റ്റലിൽ പ്രസന്റ് ആണ്, പക്ഷേ 100 അവർക്ക് പോസിബിളും അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണ്? ഈ സെയിം പാറ്റേണിലുള്ളൊരു ചോദ്യം നമ്മൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു പാറ്റേണിലുള്ള സെയിം ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ സിമ്പിൾ ക്യൂബിക് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല. 1 2 1 1 1 1 0 0 1 ഏത് 3 നമ്പേഴ്സ് വന്നു കഴിഞ്ഞാലും സിമ്പിൾ ക്യൂബിക്കിൻ്റെ കണ്ടീഷൻ, അതിൽ പ്രശ്നമൊന്നുമില്ല. ദെൻ BCC ആൻഡ് FCC വരുമ്പോഴാണ് വ്യത്യാസം വരിക. അതായത് ഇപ്പം 3 നമ്പേഴ്സും ഓഡ്, ഓൾ ആർ ഓഡ് അല്ലെങ്കിൽ ഓൾ ആർ ഈവൻ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതെപ്പോഴും FCC ആയിരിക്കും. ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ നോക്കിക്കേ, ഇവിടെ 111 എല്ലാം എന്താണ്? ഓഡാണ്. ഇവിടെ 200 ഇവിടെ എല്ലാം എന്താണ്? ഈവൻ. അന്നേരം ഓൾ ഓഡ് ഓൾ ഈവൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യൂബിക് ക്രിസ്റ്റൽ. പക്ഷേ 100ൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. 1 നോക്കിക്കേ ഓഡാണ്, പക്ഷെ 0 എന്താണ്? ഈവൻ ആണ്. അപ്പോൾ ഇത് ഓഡ് ഈവൻ്റെ കോമ്പിനേഷൻ ആണ്. അപ്പോൾ FCCയിൽ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഏതോ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം FCCയുടെ കണ്ടീഷനിൽ ഓൾ ഓഡ് അല്ലെങ്കിൽ ഓൾ ഈവൻ ആകുമ്പോൾ FCCയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. എന്നാൽ ഓഡും ഈവനൂടെ മിക്സ് ആയി വന്നു കഴിഞ്ഞാൽ FCCയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല. അപ്പം തന്നിട്ടുള്ളത് പ്രകാരം FCCയുടെ കണ്ടീഷനാണ് ഈ ക്രിസ്റ്റൽ സിസ്റ്റംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് FCCയുടെ ആണ് കേട്ടോ. FCC ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ഓർത്തോച്ചിക്ക സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസിൽ നമുക്ക് FCCയുടെ കേസിൽ എല്ലാം ഈവൻ അല്ലെങ്കിൽ എല്ലാം ഓഡ്, HKLൻ്റെ വാല്യൂസ് എല്ലാം ഓഡ് അല്ലെങ്കിൽ എല്ലാം ഈവൻ ആവുകയാണെന്നുണ്ടെങ്കിലാണ് FCCയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസിൽ പ്രത്യേകിച്ചൊന്നുമില്ല, HKL ഏത് വാല്യൂസ് വന്നാലും അത് സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസിൽ പോസിബിൾ ആണ്. ദെൻ BCCയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ Hഉം Kയും എല്ലും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈവൻ വരണം. ഓക്കെ, H ഇപ്പം നമുക്കിപ്പം 111 അത് BCCയുടെ കേസിൽ പോസിബിൾ ആണോ എന്നറിയാൻ എന്ത് ചെയ്യണം? ഇത് 3 കൂടെ കൂട്ടുക. 1 + 1 + 1 എന്ത് വന്നു? 3 വന്നു. അത് ഓടാണോ ഈവൻ ആണോ? ഓടാണ്. ഓടാണെന്നുണ്ടെങ്കിൽ അത് BCCയുടെ കേസിൽ പോസിബിൾ അല്ല. പക്ഷേ 2 2 2 നോക്കിക്കേ, 2 + 2 + 2 എന്ത് വന്നു? 6 വന്നു. ഈവൻ വന്നു അല്ലേ? അപ്പോൾ HK എല്ലും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈവൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് BCCയുടെ കണ്ടീഷൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, 1 + 1 + 1 3 വരുന്നത് അല്ലേ? അപ്പം ഈവൻ ആണോ വന്നത്? അല്ല. അപ്പോൾ അത് BCCയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഇവർ 3 പേരും ഓഡാണ്, ഇവർ 3 പേരും ഈവൻ ആണ്. സോ അവർ ആരുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? FCCയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ തന്നിട്ടുള്ള ബ്രാവിസ് ലാറ്റിസ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, എഫ് എന്ന് കൊടുത്തിട്ടുള്ളത് FCC ആണ് കേട്ടോ. FCC ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കുക. വിച്ച് എമംഗ് ദി ഫോളോയിങ് പെയർ ഈസ് മാജിക് നമ്പേഴ്സ് ഫോർ ക്ലോസ്ഡ് ന്യൂക്ലിയർ ഷെൽസ്? ഇതും നമ്മൾ തലേ ദിവസം 2 ദിവസം മുന്നേ നമ്മൾ നടത്തിയ ലൈവ് സെഷനിൽ
നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാജിക് നമ്പേഴ്സ് നോക്കി വെച്ചേക്കുക. ചിലപ്പോൾ 2 നമ്പേഴ്സ് തന്നിട്ട് അല്ലെങ്കിൽ 2 നമ്പേഴ്സിൻ്റെ പെയേഴ്സ് തന്നിട്ട് മാജിക് നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് തന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു മാജിക് നമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഏതൊക്കെയായിരുന്നു മാജിക് നമ്പേഴ്സ്? 2, 8, 20, 28, 50, 82, 126. ഇത്രയും നമ്പേഴ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിയിലെ മാജിക് നമ്പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ്? 50 82 ആണ് കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാജിക് നമ്പേഴ്സ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ദ ലാറ്റിസ് സിസ്റ്റം ഫോർ വിച്ച് alpha equal to beta equal to gamma equal to alpha not equal to beta not equal to gamma not equal to 90 degree and alpha not equal to beta not equal to a not equal to b not equal to c and alpha equal to beta equal to gamma equal to 90 degree and a not equal to b not equal to c are respectively. അപ്പോൾ നോക്കിക്കേ, 2 ലാറ്റിസ് സിസ്റ്റത്തിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ ആളുടെ കേസിൽ ആൽഫയും ബീറ്റയും ഗാമയും ഒന്നും 90 ഡിഗ്രി അല്ല, അതുപോലെ എയും ബിയും സിയും എല്ലാം നോട്ട് ഈക്വലും ആണ്, അൺഈക്വലും ആണ്. ദെൻ രണ്ടാമത്തെ ആളുടെ കണ്ടീഷനിൽ ആൽഫയും ബീറ്റയും ഗാമയും എല്ലാം 90 ഡിഗ്രി ആണ്, പക്ഷേ എയും ബിയും സിയും ഈക്വൽ അല്ല, എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് ഏത് ക്രിസ്റ്റൽ സിസ്റ്റം അല്ലെ ലാറ്റിസ് സിസ്റ്റംസിന്റെ കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, റോംബോഹെഡ്രൽ, ടെട്രാഗണൽ ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ചെറിയ നമ്മുടെ ഡിഗ്രി ലെവൽ തൊട്ടിട്ടേ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതാണ്. എനിക്കൊന്ന് +2ലും നമ്മൾ ബേസിക്സ് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ദെൻ എന്തായാലും ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. നോക്കിക്കേ, ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ നോക്കിക്കേ, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലേ. അത് ഏതാണ്? ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരുന്നത് ട്രൈക്ലിനിക്കിന്റെ കണ്ടീഷനാണ്. അതുപോലെ തന്നെ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അപ്പോൾ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരൊക്കെയാണ്? ട്രൈക്ലിനിക്കിനാണ്. സോ ആദ്യത്തെ ലാറ്റിസ് സിസ്റ്റം എന്ന് പറയുന്നത് ട്രൈക്ലിനിക് ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അത് ഏത് കണ്ടീഷനാണ്? ആരുടെയാണ്? നോക്കിക്കേ, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ആരുടെ കണ്ടീഷനാണ്? ഓർത്തോറോംബിക്കിന്റെ കണ്ടീഷനാണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള 2 ലാറ്റിസ് സിസ്റ്റം, ഒന്ന് ട്രൈക്ലിനിക്കും 2 ഓർത്തോറോംബിക്കുമാണ്. ഓക്കെ, ആദ്യത്തെ ട്രൈക്ലിനിക്ക്, രണ്ടാമത്തെ ഓർത്തോറോംബിക്ക്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഡിഗ്രി ലെവലിലുള്ള ചോദ്യം ആയതുകൊണ്ട് എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതായിരിക്കും. ദെൻ അടുത്തത് ദ ഗിൽമാൻ റീഏജൻറ്റ്. തന്നിട്ടുള്ളതിൽ ഗിൽമാൻ റീഏജൻറ്റ് എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. എൻ ബ്യൂട്ടൈൽ ലിഥിയം ആണോ, ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ആണോ, ലിഥിയം ഡയാൽക്കൈൽ കോപ്പർ ആണോ, ലിഥിയം ബോറോഹൈഡ്രേറ്റ് ആണോ, ഏതാണ്? ഇപ്പം നിങ്ങൾക്ക് പേരറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു റീഏജൻ്റ് ആണ് ഗിൽമാൻ റീഏജൻറ്റ് എന്നുള്ളത് ഓർമ്മയുണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ, ലിഥിയം ഡയാൽക്കൈൽ കോപ്പർ ആണ് ഗിൽമാൻ റീഏജൻറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണേ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദെൻ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ ബെക്മാൻ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ. അപ്പോൾ ബെക്മാൻ റീഅറേഞ്ച്മെന്റ് റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിരുന്നത് ഇതൊക്കെയായിരുന്നു. ബെക്മാൻ റീഅറേഞ്ച്മെന്റ് ടേക്സ് പ്ലേസ് വിത്ത് റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ, ദെൻ ഇറ്റ് ഈസ് എ ബേസ് കാറ്റലൈസ്ഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ കീറ്റോസൈം ടു എൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് amide, then the rearrangement is highly stereospecific and റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ എൻലാർജ്മെൻറ്റ് ഓഫ് റിങ്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് കറക്റ്റ്. തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മുടെ ബെക്മാൻ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയായിരുന്നു. തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് ആണ് കേട്ടോ. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരോമാറ്റിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ പക്ഷേ നമ്മുടെ നോർമൽ അരോമാറ്റിക്, ആൻറ്റി അരോമാറ്റിക്, ഹോമോ അരോമാറ്റിക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നോർമൽ കോമ്പൗണ്ട്സ് തന്നിട്ടായിരുന്നു ചോദിക്കുന്നത്. പക്ഷേ ഇപ്പം അനുലീൻസിൻ്റെ കേസ് തന്നിട്ടാണ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അനുലീൻസിൻ്റെ കേസും നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ 10 അനുലീൻ്റെയും 14 അനുലീൻ്റെയും 18 അനുലീൻ്റെയും കാര്യം. അതുപോലെ തന്നെ 8 അനുലീൻ്റെ എക്സെപ്ഷണൽ കേസ് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് എടുത്തു ഉള്ളത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ ആരാണ് നമ്മുടെ ആരോമാറ്റിക് കോമ്പൗണ്ട് അല്ലാത്തത്? 10 അനുലീനാണ്. പക്ഷേ നമ്മളിപ്പം സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ 2, 4, 6, 8, 10
10 ഇലക്ട്രോൺസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ 4n+2 റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവരുടെ കേസിൽ 2, 4, 6, 8, 10, 12, 14. അപ്പോൾ അത് 4n+2-നകത്ത് 4 × 3+2 4, 8, 12 +2 14 അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ആകുമ്പോൾ 18 ഇലക്ട്രോൺസ് വരുമ്പോൾ എങ്ങനെ വരും? 4 × 4+2 അല്ലേ? അപ്പോൾ അവിടെ 4 × 4 16, 16 +2 18 4n+2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 3 പേരുടെ കേസിൽ 4n+ റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ്? 10 അനുലീൻ ഈസ് ഓൾസോ നോൺ എ cyclodecapentane since it has a conjugated 10 pi electron but it is still not aromatic ഡ്യൂ ടു ദി കോമ്പിനേഷൻ ഓഫ് സ്റ്റെറിക് സ്ട്രെയിൻ ആൻഡ് ആംഗുലർ സ്ട്രെയിൻ. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 അനുലീൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേന് ബാക്കിയെല്ലാം പ്ലാനാർ കോൺജുഗേറ്റഡ് ആണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല. 4n+2 റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആംഗുലാർ സ്ട്രെയിനിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം 10 അനുലീൻ നമുക്ക് കാണുമ്പോൾ അരോമാറ്റിക് ആണ് എന്ന് തോന്നിയാലും അരോമാറ്റിക് നേച്ചർ അല്ല കാണിക്കുന്നത്. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷേ ബാക്കി 14 അനുലീൻ്റെ കേസ് ആയാലും 18 അനുലീൻ്റെ കേസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ സൈക്ലോപെൻറ്റാഡൈനൈൽ ആനിയോണിൻ്റെ കേസ് ആയാലും അതെല്ലാം ബാക്കി അരോമാറ്റിസിറ്റിയുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 10 അനുലീനാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 10 അനുലീൻ്റെ കേസിലാണ് ഈ ഒരു സ്റ്റെറിക് സ്ട്രെയിനിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അവർ ബാക്കി എല്ലാ കണ്ടീഷൻസും അരോമാറ്റിസിറ്റിയുടെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് പോലും അവർ അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തത് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ആൽഫ പിനൈൻ ഫ്രം ഈഥൈൽ ആൽഫ പിനോനേറ്റ് ആൻഡ് ആൽഫ ഹാലോ എസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയാക്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഡാസൻ കണ്ടൻസേഷൻ റിയാക്ഷൻ്റെ കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ആൽഫ പിനൈൻ ഫ്രം ഈഥൈൽ പിനോനേറ്റ് ആൻഡ് ആൽഫ ഹാലോ എസ്റ്റർ കേട്ടോ. അപ്പോൾ ഈ കണ്ടീഷനിൽ അല്ല ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയാക്ഷൻ ഡാർസൻ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.